നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വൈകിട്ട് 4 മണിക്ക് ആലത്തൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രതിയെ ഹാജരാക്കുക. ഗോകുൽ VS പാലക്കാട് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, സ്വാഭാവികമായിട്ടുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാൻ പോവുകയാണ്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അങ്ങനെ നടപടികൾ നീണ്ടും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെളിവെടുപ്പിന് പ്രതിയെ എത്തിക്കുക എന്നുള്ള വലിയ വെല്ലുവിളി പോലീസിന് മുന്നിലുണ്ട് എന്നതാണ്. കഴിഞ്ഞ ദിവസം പോലും നമ്മൾ കണ്ടു നാട്ടുകാരൊക്കെ എത്രത്തോളം ദേഷ്യത്തിലാണ് എന്ന്. അത് ഇന്ന് വൈകിട്ടാണ് ഇയാളെ ചെന്താമരയെ കോടതിയിൽ ഹാജരാക്കുക. ആലത്തൂർ കോടതിയിലാണ് ഹാജരാക്കുക. അതിനുശേഷം ഇയാളെ റിമാൻഡ് ചെയ്യും. പോലീസിന് മുന്നിലുള്ള ഇനി പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഈ സംഭവ സ്ഥലത്തെത്തിച്ച് ഇയാളെ ഈ കുറ്റകൃത്യം അതെങ്ങനെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുക, പ്രതിയുടെ സാന്നിധ്യത്തിൽ തന്നെ തെളിവെടുക്കുക എന്നുള്ളതാണ്. അത്യന്തം കുറച്ച് പരിശ്രമം നിറഞ്ഞൊരു കാര്യമാണ്. ഇന്നലെ നെന്മാറ സ്റ്റേഷന് മുന്നിലുണ്ടായ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ജനങ്ങളുടെ രോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. അതേസമയം തന്നെ ഇയാൾക്ക് ശിക്ഷ ഉറപ്പാക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ ഇയാളെ എന്നേക്കുമായി ജയിലിൽ അകപ്പെടുന്ന രീതിയിലേക്കുള്ള ചാർജുകൾ ചെയ്യുക, അത് തെളിയിക്കുക കൃത്യമായി, അതും പോലീസിന് മുന്നിൽ ഒരു വെല്ലുവിളിയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ശക്തമായ ചാർജുകൾ എഴുതി ഇയാളെ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ മുന്നിൽ ഉള്ള പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് പോലീസ് നീങ്ങുകയാണ്. ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞ് ഇയാൾ പറഞ്ഞ മൊഴികളിൽ പലതും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കാര്യങ്ങളാണ്. അത് മറികടന്നുകൊണ്ട് തന്നെ അന്വേഷണത്തിലൂടെ ആ കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതും പോലീസിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കാര്യങ്ങളിലേക്കാണ് ഇനി പോലീസ് നീങ്ങുന്നത്. ഏതായാലും ഇന്ന് 4 മണിയോടുകൂടി ഇയാളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോടതിയിൽ ഹാജരാക്കും. ജഡ്ജിയുടെ മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഇയാളെ ഹാജരാക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ കാരണം ഈ ഓപ്പൺ കോർട്ടിൽ ഹാജരാക്കുക എന്നുള്ള പല സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്നും പോലീസ് പറയുന്നു. അത്തരത്തിലുള്ള നടപടിയിലേക്ക് ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ കടക്കും. ഇയാളെ കാരണം ഇന്ന് അധികം സമയം കഴിഞ്ഞാൽ 24 മണിക്കൂറിലധികം പ്രതിയെ കസ്റ്റഡിയിൽ വയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് തന്നെ കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്യും. 2 ദിവസത്തിന് ശേഷം മാത്രമേ ഇയാളെ കസ്റ്റഡിയിലെടുക്കാനുള്ളൊരു അപേക്ഷയുമായി പോലീസ് പോകൂ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കാരണം ഇയാൾ ഇന്ന് പറഞ്ഞ പല മൊഴികളിലും വൈരുദ്ധ്യമുണ്ട്. ആ കാര്യങ്ങൾ പരിശോധിക്കണം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇയാൾ വിഷം കഴിച്ചു എന്നാണ് പോലീസിനോട് പറഞ്ഞത്. പക്ഷേ വൈദ്യ പരിശോധന തെളിഞ്ഞില്ല. അത് കണ്ടെത്താനായി ഈ പ്രദേശത്ത് ഈ വീടിൻ്റെ അവിടെ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന നടക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒഴിച്ചു കളഞ്ഞോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ആ പരിശോധന നടക്കുന്നത്. കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് പോലീസ് വിശദീകരിക്കുകയും ചെയ്തിരുന്നു.